നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പോളിംഗിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നണികൾ. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF അവകാശപ്പെടുമ്പോൾ 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് UDF നേതാക്കൾ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത്. നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതറിയാൻ പക്ഷേ മെയ് 4 വരെ കാത്തിരിക്കണം. അതുവരെ മുന്നണികൾക്കെല്ലാം വിജയം അവകാശപ്പെടാം. കനത്ത പോളിംഗിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് മുന്നണികളെല്ലാം. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 78.23% പോളിംഗ്. SIRന് ശേഷമുള്ള ആദ്യ വോട്ടെടുപ്പ് കൂടിയാണ് ഇത്തവണ നടന്നത്. ഇത് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. പോളിംഗിലെ വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം. കഴിഞ്ഞ തവണത്തെയത്ര സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും ഭരിക്കാനാവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. 75 മുതൽ 80 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം 100-ലധികം സീറ്റുകൾ നേടി ഭരണത്തിൽ വരുമെന്ന ആത്മവിശ്വാസമാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഉയർന്ന പോളിംഗ് UDFന് അനുകൂലമായ തരംഗമെന്നാണ് നേതാക്കൾ പറയുന്നത്. മലബാറിൽ ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇത്തവണ ഭരണം തീരുമാനിക്കുന്നതിൽ നിർണായക ശക്തിയാകുമെന്നാണ് BJPയുടെയും NDAയുടെയും പ്രതീക്ഷ. 5-ലധികം സീറ്റുകളിൽ വിജയിക്കുമെന്നും 40ഓളം സീറ്റുകളിൽ നില മെച്ചപ്പെടുത്തുമെന്നും BJP നേതാക്കൾ ആത്മവിശ്വാസം പങ്കിടുന്നു. കൂട്ടലും കിഴിക്കലുമെല്ലാമായി വോട്ട് കണക്കിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് മുന്നണികളും നേതാക്കളും. മെയ് 4 വരെ അവർക്ക് ഇത് അവകാശപ്പെടാം. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.